സംഗതി പ്രശ്നത്തിലേക്കാണല്ലോ. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശ്യാമേ, അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം. എത്രയും പെട്ടെന്ന് വിക്രമിന്റെ സർജറി നടക്കണം. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഭാഗ്യം ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല. ഒരു മരണത്തിൽ നിന്നാ രക്ഷപ്പെട്ടത്. ആരൊക്കെയോ ചേർന്ന് ചോരയിൽ കുളിച്ചു കിടന്ന പേഷ്യന്റിനെ ഇവിടെ എത്തിക്കുകയായിരുന്നു. സാധാരണ സംഭവിക്കുന്ന പോലെ എത്തിച്ചവരൊക്കെ അപ്പോൾ തന്നെ പോയി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിനെ വിളിച്ചത്. ആ, അതവിടെ നിൽക്കട്ടെ. പേഷ്യന്റിന്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാ. ഒരു സർജറി കഴിഞ്ഞു. ഇനി അടിയന്തരമായിട്ട് മറ്റൊരു സർജറി കൂടി ചെയ്യണം. എന്നാലേ എന്തെങ്കിലും ഹോപ്പുള്ളൂ. 4-5 ലക്ഷം രൂപ ചിലവ് വരും. അറിയാലോ, ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാ. പകുതി പണം ആദ്യം അടച്ചാലേ പ്രൊസീജിയർ തുടങ്ങാൻ പറ്റൂ. മാഡം, വിക്രം സാമ്പത്തിക പ്രശ്നമുള്ള ആളൊന്നുമല്ല. അറിയാം. പോലീസിന്റെ അന്വേഷണത്തിൽ ആളൊരു കോടീശ്വരനും അനാഥനുമാണെന്നറിഞ്ഞു. എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും ആളിങ്ങനെ കിടക്കുമ്പോ പണത്തിന്റെ ട്രാൻസാക്ഷൻ നടക്കില്ലല്ലോ. മാത്രമല്ല, പ്രാഥമിക പരിശോധനയിൽ ഇതൊരു അപകടമല്ല, കൊലപാതക ശ്രമമാണ്. അല്ല, നിങ്ങൾ എങ്ങനെയാ റിലേഷൻ? മാഡം, ഞാൻ അദ്ദേഹത്തിന്റെ വൈഫാണ്. വിക്രം ആരുമില്ലാത്തവനല്ല. പണം ഉടനെ അടയ്ക്കാം. ഡോക്ടർ സർജറിക്കുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു ഡോക്ടർ. പക്ഷേ സംഗതി പ്രശ്നത്തിലേക്കാണല്ലോ. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശ്യാമേ, അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം. എത്രയും പെട്ടെന്ന് വിക്രമിന്റെ സർജറി നടക്കണം. ശ്യാമേ, ഇതുകൊണ്ട് പണയം വെക്കോ വിൽക്കോ എന്താന്ന് വെച്ചാ ചെയ്യ. എന്തായാലും പെട്ടെന്ന് പണം വേണം. പക്ഷെ പണം ഞാൻ... വേണ്ട, ഇത് വിറ്റ് പണം കൊണ്ടുവന്നാ മതി. പത്മാവതിയുടെ ബൈസ്റ്റാൻഡർ ആരാ? ഞാനാ, മകൻ. കുറച്ച് ചൂട് കഞ്ഞി വാങ്ങിച്ചോണ്ട് വരണം. പിന്നെ പേസ്റ്റും ബ്രഷും കൂടി വേണം. ശരി സിസ്റ്റർ. ബില്ലടച്ചോളൂ. ശരി. പക്ഷേ ബില്ലടച്ചു. ബാക്കി പണം ഞാൻ വർഷയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? വർഷം ഇങ്ങനെ കരഞ്ഞാ തലവേദന വരും. കരയാതിരിക്കെ. വർഷയ്ക്ക് ചായ വേണോ?
വേണ്ട, കുടിക്കാൻ വേറെന്തെങ്കിലും? ഒന്നും വേണ്ട. എന്നാ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. ദാ. വർഷയെ വീണ്ടും എനിക്ക് നഷ്ടപ്പെടുവാണോ? വിക്രമിന്റെ ഈ അവസ്ഥ വർഷയ്ക്ക് താങ്ങാനേ കഴിയുന്നില്ല. ഈശ്വര, എന്തിനാ എന്നെ വീണ്ടും മോഹിപ്പിച്ചത്? സുചിത്രേച്ചി, ദേ ഇങ്ങനെ അരിഞ്ഞാ മതി, നോക്കിയേ. കുറച്ചുകൂടെ ചെറുതായിട്ട് അരിയണം. ദേ കൈമുറിയാതെ നോക്കണേ. ഇന്നേ സാമ്പാർ ഞാൻ വയ്ക്കും, ചേച്ചി അതൊന്ന് പറഞ്ഞു തന്നാ മതി. പിന്നെന്താ, ആദ്യം കുറച്ച് പരിപ്പെടുത്ത് കഴുകി ഒരു 10-20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് അത് നന്നായി കുതിരുമ്പോഴേക്കും പച്ചക്കറി അരിഞ്ഞെടുത്താ മതി. തക്കാളിയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി അരിഞ്ഞു വെക്കണം. ചെയ്യാം ചേച്ചി. ജോൺസന്റെ സർജറി കഴിഞ്ഞു. ആ ശോഭനയുടെ ബ്ലഡ് ഇതുവരെ ഓക്കെ ആയിട്ടില്ല. ഒരാള് ബ്ലഡ് ബാങ്കിലേക്ക് ചെല്ല്. ഞാൻ അവിടെ പോയിട്ട് വരാം, നീ ഇവിടേക്ക്. സിസ്റ്റർ, വിക്രം പ്രൊസീജിയർ നടക്കുന്നു.